ഹലോ ഗൈസ്, വെൽക്കം ടു കുക്കിംഗ് ബ്ലോഗ്. അതെ അതെ, കുക്കിംഗ് ബ്ലോഗ്. എന്തായി 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 അത് കരിക്കല്ലേ? കരിച്ചാൽ അടി പിടിച്ചു തരുന്നേ. ഒരു കാര്യം ചെയ്യാം. അപ്പൊ എന്താ കാട്ടുന്നത്? ഒന്നും ഇനി ആ സാധനം എടുത്തിട്ടു. നമുക്കിനി അടുത്ത ഇത് എന്നാ അടുത്ത ഇട്. ഉരുളക്കിഴങ്ങ് 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 എന്തൊക്കെയോ ഉണ്ടാക്കട്ടെ ഗൈസ്. ഏ പിടിക്കേ. എന്താണ് ഉണ്ടാക്കണമെന്ന് അറിയില്ല, പക്ഷെ എന്തേലും ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടുള്ള എന്തേലും ഒന്ന് സംഘടിപ്പിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, മഞ്ഞപ്പൊടി, ഉപ്പ്, കടുകുണ്ട്, ഫ്ലേക്സ് ഉണ്ട്, മീറ്റ് മസാല. എന്നാ നീ അവിടുത്തെ ഇതൊരു കാര്യം ചെയ്യും, ഇനി അടുത്ത് മസാല ഇടില്ലേ? ഓക്കെ, ഏതാ ഇല്ല ഉരുളക്കിഴങ്ങ് ആവോ? ആവോ, അത് വെള്ളത്തിലിട്ടാവോ? ഈ പ്രശ്നമില്ല. ഉരുളക്കിഴങ്ങ് എപ്പോഴും ഉണ്ടായിരുന്നുല്ലേ? അപ്പൊ വെള്ളം വശം കൊടുത്താൽ മതിയിരുന്നില്ലേ? മസാല ഇട്ടാലോ? വെള്ളത്തിൽ വെച്ച് വേവിച്ചാലോ? എന്താ ഇടത്? മഴ വരുമ്പത്തേനൊന്നും മെനയാവൂടാ. മനസ്സിലാവാത്ത കറിയാവുന്നത്. വല്ലാഹി എനിക്ക് എന്താ ഉണ്ടാക്കണം അറിയില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം, കഴിക്കാൻ പറ്റണം. തിന്നോളല്ലോ എന്തായാലും. നോക്കാം. മീറ്റ് മിസ്റ്റർ ആൽവിൻ. അതെ, കൊടുങ്ങല്ലൂർ. 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് റൂമിൽ വന്നിട്ട് ഞാനിവിടെ കുക്ക് ചെയ്യണം ഗൈസ്. ഒന്ന് ആലോചിച്ച്. യെസ്, ആൽവിൻ. അതെ, സോറി, ആൽവിൻ വർക്ക് ചെയ്യുന്നത് ഡെർബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കരാമയിലാണ്. ഏത് ബാങ്കിന് അണ്ടറിലാണ്? യെസ്, മഷറഫ് ബാങ്കിന് അണ്ടറിലാണ്. ഓക്കെ, മഷറഫ് ബാങ്ക്. മഷറഫ് ബാങ്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓരോ ഉരുളക്കിഴങ്ങും വിലപ്പെട്ടതാണ്, നീ കളിക്കല്ലേ. നിലത്ത് പോയാലും കഴുകി കൊണ്ടിടണം. ഇപ്പൊ അത് സാഹചര്യം എങ്ങനെയാണ്? മസാല എടുക്കല്ലേ? ആദ്യം കുറച്ച് ഇതിട്. മതിയാ? മതിയാ? ഓവർ മഞ്ഞാക്കണം. ഓക്കെ, ദെൻ പിന്നെന്താ പറയാ? അമ്മാടാ മസാല ഇല്ലടാ. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ട്, കുറച്ച് പൊരിവിനും ഗരം മസാല ഇടക്കട്ടെ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മീറ്റ് മസാല ഇടണോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടണോ? എന്തൊക്കെയോ ആവുന്നുണ്ട്. മണ്ണിലാ ഇരിക്കണത്, കറക്റ്റ് കിട്ടണാവോ? നോക്കത് എടാ, തൊട്ടടുത്ത് നോക്കുമ്പോ എങ്ങനെയുണ്ട്? മുടി കാണൂല. കണ്ണാണ്. കുഴപ്പമില്ല, എന്നാ കടകട്ടെ. എന്നാ ചിക്കൻ മസാല കുറച്ചിടാം, ഒരു പൊലിവുണ്ടായിക്കോട്ടെ. ഞാൻ അളക്കാന്നാ. ഇത് വെള്ളം ഒഴിക്കണ സമയടാ. അല്ല, വെള്ളം ഏതെടുക്കാം? നല്ല വെള്ളം എടുക്കാം അല്ലേ? ഇതിന്റെ കുപ്പിയിൽ നിന്നാ കുറച്ച് വെള്ളം പിടിച്ചിട്ട് വാ. എടാ, മുട്ട വെച്ചിക്കണ എന്തായടാ? എടാ, ആയിണ്ടാവൂടാ. എടാ, ആയിണ്ടോ? എന്റെ മോനെ, എടാ മുട്ട ഗർഭിണിയാടാ. മുട്ട സൈഡാ പകുതി സാധനം വെളി. ആൽവിനെ, മുട്ടയുടെ മറ്റേ ഇതില്ലേ, അതിന്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ വെളി വന്നടാ. കുഴപ്പമുണ്ടാ? എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖാണോ? എന്ത് പറയണു? ഓക്കെ. ഇതൊരു ഫ്ലേവറിന് വേണ്ടിട്ടാ. ഇട്ട വെള്ളം കുറച്ച് ഒഴിച്ചോ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എടാ ഇങ്ങനെ തന്നെയാണോ കറി ഉണ്ടാക്കുന്നത്? വൃത്തിയുള്ള കറി ഉണ്ടാക്കാന്ന് ഉദ്ദേശിച്ചത്. എന്ത് കറി? ഉപ്പിട്ടാ? ഉപ്പിട്ടില്ല ഉണ്ടാവില്ലേ? എനിക്കറിയില്ല. നോക്കാം. ഉപ്പിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഉപ്പിട്ടുണ്ടാവൂല. കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഈ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട? ഇതെങ്ങനെയാടാ വെള്ളം ആക്കുക? കുറച്ച് വെള്ളം ഒഴിച്ചേ. അടച്ചു തളപ്പിക്കും. അതാണ് ചെയ്യുന്നത്. ഇതില് വേറെ ഒന്നും വേണ്ട. ഇമ്മച്ചിനെ വിളിക്കേണ്ടി വരുമോ? മതിയാ? അല്ല കുറച്ചും കൂടെ ഒഴിച്ചോ. മതിയാ? ഉപ്പ് കുറച്ചിട്ടോ? അല്ലടാ കുറച്ച് മുളക് പൊടി ഇട്ടെ. കുറച്ച് മുളക് പൊടി ഇട്ടെ. മുളക് പൊടിയല്ലേ? ഏതാറാ അത്? അവിടെ ഏതോ പറഞ്ഞ ഉണ്ട് പറഞ്ഞു മുളക് പൊടി. ഏതത്? എടാ ഇല്ലേ? അതായിരുന്നു. മതിയില്ലേ? ടേസ്റ്റ് ഉണ്ടാവൂടാ? കണ്ടറിയാം. എടാ അത് നോക്കടാ, സാധനം വഴി വന്നടാ. അത് നോക്കണ്ട. അതേ വെള്ളം ഉണ്ടാവോ? കൂടെ കൂട്ടിയിടിച്ചിട്ട് പൊട്ടേ. കൂട്ടിയിടിച്ചിട്ടേ തിളക്കുമ്പോ കൂട്ടിയിടിക്കും. ഹായ്, എന്തൊക്കെയുണ്ട്? ഇങ്ങനെ തന്നെ കളർ കുറവുണ്ടല്ലോ. ഇത് കുഴപ്പമുണ്ടാവില്ല. ഇത് ഉരുളക്കിഴങ്ങ് കറിയായോ? ഉരുളക്കിഴങ്ങ് കറി എന്തൊക്കെയാണ് യൂട്യൂബ് നോക്കാനോ? കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്താലോ, ചുടിച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചാലോ ഒറ്റയടിക്ക് വേവും. വേവോ? അല്ലെങ്കിൽ വേണ്ട. എന്നാലും മതിയേ. കുക്കർ അടച്ചിട്ട് വെച്ചാൽ മതിയോ? പക്ഷെ വെള്ളം കറക്റ്റ് ആവോ ഇതില്? അതല്ല, ഈ ചൂട് തടക്കുമ്പോ മറ്റേ കുറുകി വന്നോ. എന്നാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് എന്നാ വെക്കാല്ലേ? ഓക്കെ ഗൈസ്, യൂട്യൂബ് എടുക്കട്ടെ. ഓക്കെ ബൈ. സാധനമായി. യെസ്, നടക്കൂ. ഹോം ടൂർ അല്ലേ? ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇതാണ് മനു ബ്രോ. ഹലോ മനു ബ്രോ, ഹൗ ആർ യു? എങ്ങനെ പോണു ലൈഫൊക്കെ? ഇത് ഞങ്ങളുടെ പേര് പറഞ്ഞു. ജയരാജ്. 2 വാക്ക് പറയൂ. ഓണല്ലേ? ഓണാണ്. ജയരാജ് 2 വാക്ക് പറയൂ. രാജ പട്ടാമ്പി വീട്. പട്ടാമ്പി എവിടെയാ? മുതുകര. അത് ശരി. മുതുതല. അവിടെ എങ്ങനെയാണ്? അവിടെ ഉള്ള എങ്ങനെയാണ്? വെറുതെ പറ. തിരിക്കൊക്കെ ചെയ്യാം, അത് വിഷയമില്ല. കണ്ടോ തിരിച്ചു. ക്യാമറ തിരിച്ചു. കണ്ടോ, നമ്മൾ വെറുതെ ഒരു എന്റർടൈൻമെന്റ്. ക്യാമറ ആണോ? വെറുതെ എന്തെങ്കിലും പറ. ഇല്ലേ, നാടിനെ കുറിച്ച് പറ. നാടെങ്ങനെയാ?
എന്നാ ഓക്കെ ഷൈ പേഴ്സൺ ഓക്കെ ഗൈസ്. അപ്പോൾ അവർ അവിടെ ഇരിക്കട്ടെ, അവർ ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോവാം. ദിസ് ഈസ് ദ കിച്ചൺ. വിളിക്കും മുർഷിദിനെ വിളിക്കും. മുർഷിദ് ഫാർമസി ഒന്നും വേണ്ട. മുർഷിദ് പട്ടാമ്പി മോനെ അതിൽ വീഴും. ഗൈസ് നമുക്ക് ഇവിടെ കുറച്ച് ബീഫ്സും ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. ഇത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഏതോ കാക്കസ് കട്ടൊക്കെ ഒളിച്ചു വെച്ച് സൂര്യനും ചന്ദ്രനൊക്കെ ഒഴിഞ്ഞ്. ഓക്കെ, ഇതൊക്കെയാണ് വ്യൂ. ഓക്കെ, യെസ്. അങ്ങനെ എന്തായി നമ്മുടെ പുരോഗമനം? എന്തായി കുക്കിംഗ് പുരോഗമനം നടക്കുന്നോ? അത് മൊത്തം എത്ര ഉണ്ടാവും? ഒരു 5 6 ഉണ്ടാവില്ലേ? അല്ല, നമുക്കിത് കണക്ക് എത്ര ഉണ്ടെന്ന് അറിയണേ. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാലോ. മുർഷിദ് പട്ടാമ്പി നമ്പർ. മുർഷിദ് പട്ടാമ്പി, ഹൗ ആർ യു? യെസ്, ഹൗ ആർ യു? സൗണ്ട്. എവിടെയാ മൊലാളി? ജിമ്മില 2 മുട്ട അടിച്ചേരട്ടെ? മുട്ട 2 കൂട്ടി പിടിക്കട്ടെ? എടാ പിന്നെ എടാ ഒരു 5 മുട്ട പുഴുങ്ങിണ്ട്, അതിലൊരു മുട്ട എനക്കാ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ചോറ് വേണോ, ദോശ വേണോ, എന്താ വേണ്ടത്? ചപ്പാത്തി ഉണ്ട്. ദോശ എടുത്ത് കഴിച്ചോളാ. 12 മണിക്ക് ശേഷം അതെ, നിനക്കെന്താ വേണ്ട പറ. ഞങ്ങള് നിന്റെ ഒരു ഇതറിയാൻ വേണ്ടി വിളിച്ചത്. ചപ്പാത്തി. ചോറും വേണം. ചപ്പാത്തി ചോറും. ജിമ്മിൽ പോയ ചോറ് കഴിക്കാൻ ചപ്പാത്തി 2 ചപ്പാത്തി ചേട്ടാ, ഇച്ചിരി ചോറ് വെച്ചാ. പിന്നെ മറ്റേ കറിയാടാ, മറ്റേ ഉരുളക്കിഴങ്ങ് കറിയാണ്. അത് കുഴപ്പമില്ലല്ലോ. ഇറങ്ങില്ലേ? എപ്പോഴെത്തുക? ഓക്കടാ. അല്ല, ചപ്പാത്തി എടുക്കണല്ലോ. നമ്മള് ചോറും ദോശയൊക്കെ ആയിട്ട് തീർക്കാന്നുള്ളൊരു ശ്രമത്തിലാണ്. ചപ്പാത്തിക്ക് വന്നിട്ട് എടുക്കാം. 300 ഗ്രാം ചോറ്. ഓക്കെ, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ എപ്പോഴെത്തുക? 12 മണി. മോനെ എന്നാ അടിച്ചു കയറിയിട്ട് വാ. എന്തായി വന്നാ? മസിൽ പൊങ്ങിയാ? ഓക്കെ, എന്നാ വായോ. ശരി, പൊങ്ങിത്തരാ മസില്. മസിലായിരിക്കൂല. എന്തായി വെച്ചു? കഴിക്കണ്ട നമുക്ക്? വിശക്കണ്ട? ഹലോ ഗൈസ്, നമുക്ക് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെട്ടി കുരുമുളക് ഇട്ട്. ഓക്കെ, അത് ഇതാണ് സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ്. പിന്നെ ഇതാ അപ്പുറത്ത് വിഷ്ണുവേട്ടൻ ഉണ്ടാക്കിയ വലിയ മുട്ട. യെസ്, ദിസ് ഈസ് കണ്ണപ്പേട്ടൻ. കൂടുതലൊന്നും പറയുന്നില്ല. ഇവനുണ്ടാക്കിയത് കൂടി പോയി. ഞാൻ ഉണ്ടാക്കിയ ചോറ് കൂടി പോയി. ഓക്കെ, നമുക്ക് എന്നാ കഴിക്കാം. ഏതാ എഡിറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. അയ്യോ, ഒരു എന്റർടൈൻമെന്റ്. അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇട്ടോ ഏതൊക്കെ ഇട്ടു. മുർഷിദ് പട്ടാമ്പി അടി ഇടി എല്ലാം ഉണ്ട്. വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. എടാ കാണിച്ചു കൊടുക്കേ. ജിമ്മിൽ പോയോ? പൈസ എന്താ മാറ്റം വന്നത്? മാറ്റി വെച്ച മുട്ട ഉണ്ട്. അത് ആരും അറിയോ? ഇതില് പേര് എഴുതി വെച്ചിട്ടില്ലെന്നുള്ളൂ. അതടച്ചോ. എവിടെ പോയത്? DAP പോയത്? മുർഷേ ജിമ്മ് DAP
എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് കളിച്ചതാ. എന്നാ നല്ല എടാ അത് ചൂടാക്കണം മോനെ. ചൂടാക്കി പണിയാ അത് ചൂടാക്കണം എടാ ഒരു സൈഡ് വരൂ. വിഷ്ണു ബ്രോ കം ആൻഡ് ജോയിൻ. നീയാണ് അടിച്ചത്. ഏത് എണ്ണം കേട്ടോ ഉമ്മ. ഏതാ കഴിച്ചോ 12 മണി വേറെ അല്ലേ? ഉണ്ടാക്കിയില്ലമ്മ ഉണ്ടാക്കിയടാ ഉണ്ടാക്കി കുഴപ്പമില്ലല്ലോ അത് കഴിച്ചോ. കുറച്ച് കിഴങ്ങ് വാങ്ങി കറി മേടിച്ചു. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല പറയാല്ലേ. കുഴപ്പമില്ലല്ലോ അല്ലേ? മെയിനാണ്. ആ ദോശയും മോരും രസമുണ്ട്. രസമുണ്ട്. താങ്ക് യു. മെയിനാശു ഷെഫാശു ജീരകം വാങ്ങി പറ്റും രാത്രി സംഭവം വേറെ ഒന്നുമല്ല. ദോശയും സാധനം മേടിച്ച എന്താ എപ്പോഴും ഇതല്ലേ വെറൈറ്റി പിടിക്കണ്ടേ. ചീരണ്ട് സാധനമുണ്ട് പരിപാടിണ്ട്. മുളക് കിട്ടില്ല അതിന്. മുളക് കിട്ടു. ചുവപ്പുമുളക് ചുമപ്പുളകില്ല മറ്റേത്. മുളകിന്റെ അമർന്ന് ബ്ലോഗൊക്കെ എടുത്ത് ഒന്നും നോക്കാണ്ട് ക്രോസ് ചെയ്തതിന് വേണ്ടി പോലീസ് ജസ്റ്റ് മിസ് മോനെ. ഇല്ലെങ്കിൽ കിട്ടിയാൽ ഇപ്പൊ കിട്ടലേ. എവിടുന്ന ക്രോസ് ചെയ്ത ബർത്ത്ഡേ പാർട്ടി. ഇഷ്ടപ്പെടാന്ന് പറഞ്ഞേ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ? അത് നാളെ ഉണ്ടാക്കാം. നാളെ കഴിയും ഡേറ്റ് കഴിയാതെ മാത്രം എടുത്തോളൂ. വല്ലായി ഞാൻ കണ്ടില്ല. ഞാൻ തിരക്ക് പിടിച്ചിട്ട് എടുത്തിട്ട് വന്നു. ഡിസൈൻ ഫുൾ ടൈറ്റാണോ? തിങ്കളാഴ്ച ഞാനേ എടുത്തോ. രാത്രി അവിടുന്നില്ല എന്തെങ്കിലും സാധനം വാങ്ങാണെങ്കിൽ അവിടുന്ന് മാംഗോ വാങ്ങിയാലോ. എടാ സത്യം പറയല്ലോ മാംഗോ നെസ്റ്റോ മദീന വണ്ടി ഇട്ടു അതിന് ഞാൻ ഡ്രോപ്പ് ചെയ്ത് വന്നോളാം. കൊണ്ട് സാധനം വാങ്ങി അവര് ഡ്രോപ്പ് ചെയ്തു മേടിച്ചോ. അതല്ലേ റേറ്റ് കുറവാണ്. അഫോർഡബിൾ റേറ്റ്. എപ്പോ ഇനി എന്താ കഴിക്കണം. ഓക്കെ എന്തു പറ്റി? ഓക്കെ വിട പറ. ഓക്കെ ഇനി അസാധ്യമായ പ്രകടനങ്ങൾ വേറെ